രാജാവായിരുന്ന വിചിത്രവീര്യൻ അന്തരിച്ചതിനാൽ കുരുവംശത്തിന് അവകാശിയില്ലാതെയായി. ഇനി ഈ മഹാവംശം നിലനിർത്താൻ എന്തു ചെയ്യും? രാജവംശം അവസാനിക്കുമോ എന്ന ഭയം രാജമാതാവായ സത്യവതിയുടെ ഹൃദയം നിറച്ചിരുന്നു. അപ്പോഴാണ് അവളുടെ മനസ്സിൽ ഒരു പഴയ ഓർമ്മ തെളിഞ്ഞത്. യമുനാനദിയിൽ കടത്തു വഞ്ചി തുഴഞ്ഞിരുന്ന യുവതിയായിരുന്ന കാലം, മഹർഷിയായ പരാശരനുമായി ഉണ്ടായ സംഗമം, അതിലൂടെ ജനിച്ച മഹാനായ ഒരു പുത്രൻ വേദവ്യാസൻ. എന്റെ മകനെ എന്ന് അവൾ മനസ്സിൽ വിളിച്ചു. അത് അത്ഭുതം പോലെ സംഭവിച്ചു. അടുത്ത നിമിഷം തന്നെ മഹർഷി വ്യാസൻ അവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അമ്മയെ വണങ്ങി അദ്ദേഹം ചോദിച്ചു, അമ്മേ, എന്താണ് നിങ്ങളുടെ ആഗ്രഹം? സത്യവതി വിങ്ങിയ സ്വരത്തിൽ പറഞ്ഞു, കുരുവംശം അവസാനിക്കരുത്. നിന്റെ സഹോദരന്റെ ഭാര്യമാരായ അംബികയും അംബാലികയും വഴി വംശം തുടരേണ്ടതുണ്ട്. മഹർഷി സമ്മതിച്ചു. ആ രാത്രി അംബികയെ മഹർഷിയുടെ അടുക്കലേക്ക് അയച്ചു. എന്നാൽ വ്യാസന്റെ കഠിനമായ രൂപം കണ്ടപ്പോൾ അവൾ ഭയത്തിൽ വിറച്ചു. കണ്ണുകൾ മുറുക്കി അടച്ചുകൊണ്ടാണ് അവൾ അദ്ദേഹത്തെ സമീപിച്ചത്. കാലം കഴിഞ്ഞ് അവൾ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. പക്ഷേ ആ കുഞ്ഞ് ജന്മനാ അന്ധനായി പോയി. ആ കുഞ്ഞാണ് ധൃതരാഷ്ട്രർ. സത്യവതി വീണ്ടും പ്രതീക്ഷയോടെ അംബാലികയെ അയച്ചു. എന്നാൽ അവൾ വ്യാസനെ കണ്ടപ്പോൾ ഭയത്തിൽ വിളറി വെളുത്തുപോയി. കാലം കഴിഞ്ഞ് അവൾ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. പക്ഷേ ആ കുഞ്ഞ് പാണ്ഡു രോഗിയായി തീർന്നു. ആ കുഞ്ഞാണ് പാണ്ഡു. ഇപ്പോൾ സത്യവതിയുടെ മനസ്സിൽ വീണ്ടും ആശങ്ക നിറഞ്ഞു. ഇവരിൽ ഒരാൾ അന്ധനും മറ്റൊന്ന് രോഗിയുമാണ്. യോഗ്യനായ ഒരു കുട്ടി വേണം. അവൾ വീണ്ടും അംബാലികയെ അയക്കാൻ തീരുമാനിച്ചു. എന്നാൽ ഭയം വിട്ടൊഴിയാത്ത അംബാലിക ഒരു തീരുമാനമെടുത്തു. തന്റെ ശൂദ്രദാസിയെ തന്നെ തനിക്ക് പകരം അയച്ചു. ദാസി ഭയമില്ലാതെ ആദരവോടെ മഹർഷിയെ സമീപിച്ചു. അവളുടെ ഹൃദയം വിനയത്താലും സന്തോഷത്താലും നിറഞ്ഞിരുന്നു. കാലം കഴിഞ്ഞപ്പോൾ അവൾ ഒരു മഹാനായ കുഞ്ഞിനെ പ്രസവിച്ചു. ജ്ഞാനവും ധർമ്മവും നിറഞ്ഞ ഒരു കുഞ്ഞ്. ആ കുഞ്ഞാണ് വിതുരർ.